ഡിയർ സ്റ്റുഡൻസ്, ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെർണൻസ് പ്രൊഡക്റ്റ് സൈക്കിൾ തിയറിയിലെ കുറച്ച് ഭാഗങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് സൈക്കിൾ തിയറി. അതായത് ഒരു പ്രൊഡക്റ്റ് ഇന്നോവേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു കൺട്രി ഇന്നോവേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഈ തിയറിയിൽ പറയുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു. സോ ഏതൊക്കെയാണ് ആ സ്റ്റേജസ് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. Vernon suggests the following three stages in the life cycle of a product. That is, first one is the new product stage, and the second one maturing product stage, and the third one is standardized product stage. ഒരു കമോഡിറ്റി അല്ലെങ്കിൽ ഒരു കമോഡിറ്റി ഒരു രാജ്യം ഇന്നോവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ 3 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. സോ ന്യൂ പ്രൊഡക്ട്സ് സ്റ്റേജ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. In the first stage, production requires highly skilled labor in the production process. ഒരു കമോഡിറ്റി ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രിക്ക് എന്താണ്, ഈ ഒരു കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലേബേഴ്സ്, ഹൈലി സ്കിൽഡ് ലേബേഴ്സ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ when the product being developed cost are very high. അതുകൊണ്ട് ഈ ഒരു കമോഡിറ്റി ഇന്നോവേറ്റ് ചെയ്യുന്നതാണ്, പുതുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, വളരെയധികം കോസ്റ്റും നിലനിൽക്കുന്നു, ചിലവ് വളരെയധികം കൂടുതലായിരിക്കും. Then, given the risk and uncertainty of the new investment, the main consideration for the innovating producer is the existence of a ready domestic market where demand is less elastic for the new product. അപ്പോൾ ഇതുകൊണ്ട് ഈ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് കമോഡിറ്റിക്ക് കുറേയധികം റിസ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിലനിൽക്കുന്നുണ്ട്. The new investment, the main consideration of the innovating producer is the existence of a ready domestic market. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റിന് ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളൊരു കൺസിഡറേഷൻ വെച്ചുകൊണ്ട് മാത്രമാണ് ആ ഒരു ഇന്നോവേറ്റീവ് ഫേം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്. ആ ഒരു ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോസ്റ്റ് അവർക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് പ്രൊഡക്റ്റ് സൈക്കിൾ ഈസ് ദാറ്റ് ഈസ് maturing product stage. In the second stage, there is mass production and distribution of the new product. അപ്പോൾ ഈ ഒരു കമോഡിറ്റിയുടെ ഇന്നോവേഷൻ കഴിഞ്ഞു, അതിനുശേഷം സെക്കൻഡ് സ്റ്റേജിലെത്തുന്ന സമയത്ത് എന്താ, മെച്യൂറിങ് സ്റ്റേജ് ആണ്. ആ ഒരു സ്റ്റേജിൽ ദർ ഈസ് മാസ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ന്യൂ പ്രൊഡക്റ്റ്. ഈ ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ എന്താണ്, വർദ്ധിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൽ കാണാനായിട്ട് സാധിക്കുന്നത്. Then the costs and prices fall and the product is exported. അപ്പോൾ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലാവുന്ന സമയത്ത് അതൊക്കെ എന്താണ്, ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റുകളിൽ കുറവ് സംഭവിക്കുന്നു, അതുപോലെ തന്നെ കമോഡിറ്റിയുടെ പ്രൈസസ് കുറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും then ഈ ഒരു കമോഡിറ്റി മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനും ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ദ ഇന്നോവേറ്റിംഗ് കൺട്രി കണ്ടിന്യൂസ് ഹാവ് എ മൊണോപ്പൊളി ഇൻ പ്രൊഡ്യൂസിങ് ആൻഡ് എക്സ്പോർട്ടിംഗ് ദ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലെ പ്രത്യേകത, ഈ ഒരു കൺട്രിയും അവിടെ എന്താണ്, ഈ ഒരു കൺട്രിക്ക് ആ ഒരു മൊണോപ്പൊളി പവർ ഉണ്ടായിരിക്കും. ആ ഒരു ഇന്നോവേറ്റിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതിലും ഒരു മൊണോപ്പൊളി പവർ നിലനിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു മൊണോപ്പൊളി പവർ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത്, ഇറ്റ് ഈസ് ദ മൊണോപ്പൊളി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ഡിമാൻഡ് ഇൻ ഫോറിൻ മാർക്കറ്റ്സ്, അല്ലേ? അതായത് ഫോറിൻ മാർക്കറ്റിൽ ഈ ഒരു ഇന്നോവേറ്റീവ് കമോഡിറ്റിയുടെ ഡിമാൻഡ്, ആ ഒരു ഡിമാൻഡിൽ ഉണ്ടാവുന്ന വർധനവിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്, ഒരു മൊണോപ്പൊളി ഫോം ചെയ്യും. ദെൻ നെക്സ്റ്റ് പറയുന്നത് നേച്ചർ ഓഫ് പ്രൊഡക്റ്റ് ഡെവലപ്ഡ്. ആ കമോഡിറ്റിയുടെ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്, ഈ ഒരു മൊണോപ്പൊളി ഫോം ചെയ്യുന്നുണ്ട്. ദെൻ ദ സ്പീഡ് വിത്ത് വിച്ച് അതർ കൺട്രീസ് അക്വയർ ദ ന്യൂ ടെക്നോളജി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദ മൊണോപ്പൊളി പവർ ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്പീഡ് വിച്ച് അതർ കൺട്രീസ് റിക്വയർ ദ ന്യൂ ടെക്നോളജി. ഈ ഒരു ഇന്നോവേറ്റീവ് ഫേമിൻ്റെ കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ടെക്നോളജി മറ്റുള്ള കൺട്രീസ് അഡോപ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയം, അല്ലേ, അത് വളരെ പെട്ടെന്ന് തന്നെ അവർ അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവരുടെ മൊണോപ്പൊളി പവർ കുറവായിരിക്കും. ദെൻ കുറേ കാലത്തിന് ശേഷമാണ് ഈ ഒരു ടെക്നോളജി അവർ കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ മൊണോപ്പൊളി പവർ എന്തായിരിക്കും, വളരെയധികം കൂടുതലായിരിക്കും. സോ ദ സ്പീഡ് വിത്ത് വിച്ച് അതർ കൺട്രീസ് അക്വയർ ദ ന്യൂ ടെക്നോളജി. Then next one is the effectiveness of patent rights. Patent rights in the അടിസ്ഥാനത്തിൽ എന്താണ്,
ഈ ഒരു മൊണോപ്പൊളി പവർ ഡിറ്റർമിൻ ചെയ്യാറുണ്ട്. ദെൻ ദ എക്സ്റ്റെൻറ്റ് ഓഫ് സ്കെയിൽ എക്കണോമീസ്, അതേപോലെ തന്നെ എക്കണോമീസ് ഓഫ് സ്കെയിൽ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് മൊണോപ്പൊളി പവർ കൂടുതലായിരിക്കും. അതായത് അഡ്വാൻറ്റേജസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, കോസ്റ്റ് കുറച്ചുകൊണ്ട് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് മൊണോപ്പൊളി പവർ ഡിറ്റർമിൻ ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയുടെ ഓർഗനൈസേഷൻ്റെ അടിസ്ഥാനത്തിലും ദ മൊണോപ്പൊളി പവർ ഡിറ്റർമിൻ ചെയ്യും. സോ ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ്. ഇൻ ദിസ് സ്റ്റേജ് ദ പ്രൊഡക്റ്റ് ആൻഡ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ബിക്കം സ്റ്റാൻഡർഡൈസ്ഡ് ഇൻ ദ ഇന്നോവേറ്റിംഗ് കൺട്രി. അതായത് ഈ ഒരു ഇന്നോവേറ്റിംഗ് കൺട്രി അവരുടെ പ്രൊഡക്റ്റ് കുറച്ചുകൂടി സ്റ്റാൻഡർഡൈസ്ഡ് ആക്കി മാറ്റുന്ന ഒരു സ്റ്റേജാണ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള അഡീഷൻസും അതുപോലെ തന്നെ കൂടുതലായിട്ട് ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് കുറച്ചുകൂടി സ്റ്റാൻഡർഡൈസ് ചെയ്യുക, മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തുന്ന ആ ഒരു രീതിയിലേക്കൊക്കെ ഈ ഒരു സ്റ്റേജിൽ എത്തുന്നുണ്ട്. ദെൻ സെയിൽ ഫാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കോസ്റ്റ് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് സെയിൽസിൽ കുറവ് സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഹൈ, എക്സ്പോർട്ട് ഫാൾ. അപ്പോൾ സെയിൽസ് കുറയുന്നത് അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കുറച്ച് കാലത്തേക്ക് എന്താണ് സ്റ്റേബിളായിട്ട് നിലനിർത്തേണ്ടതായിട്ട് അവർക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പോർട്ടിലും കുറവ് സംഭവിക്കും. ഓക്കെ, ദെൻ ദിസ് ബിക്കംസ് പോസിബിൾ വെൻ ആഫ്റ്റർ എ ലാഗ് other advanced countries start producing the new product, often with the help of subsidiaries set up by producers of the innovating country. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചധികം സമയമെടുക്കും. ഈ ഒരു സമയം ആ ഒരു ലാഗ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്നോവേറ്റിംഗ് കൺട്രി എന്താ ചെയ്യാറ്, ഈ സബ്സിഡിയറീസ് അല്ലേ, ചില കമ്മോഡിറ്റീസ് അതിന് സബ്സിഡിയറി ആയിട്ടുള്ള കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്യും. As the technology in this product line becomes common and increasingly standardized, the innovating country loses its comparative advantage. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കമ്മോഡിറ്റി സ്റ്റാൻഡർഡൈസ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇന്നോവേറ്റീവ് കൺട്രി അവരുടെ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജിൽ കുറവ് സംഭവിക്കും. അതായത് ഈ ഒരു കമ്മോഡിറ്റി കുറച്ചുകൂടി ചിലവിലായിരിക്കും, ചിലവ് കൂടിയിട്ടുള്ള രീതിയിലായിരിക്കും ഈ ഒരു ഇന്നോവേറ്റീവ് കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. That is the third stage of product cycle. So increasing imitation by other countries ultimately makes them net exporters of the product. അപ്പോൾ ഈ ഒരു കമ്മോഡിറ്റിയിൽ ഇന്നോവേറ്റിംഗ് കൺട്രിയുടെ കമ്മോഡിറ്റിയിൽ കുറേയധികം ഇമിറ്റേഷൻസ് സംഭവിക്കാമെന്ന് വിചാരിക്കുക. ഇത് മറ്റുള്ള രാജ്യങ്ങൾ അതേപടി എന്താണ് അഡോപ്റ്റ് ചെയ്യുകയും അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ അൾട്ടിമേറ്റ്ലി മേക്സ് ദം നെറ്റ് എക്സ്പോർട്ടേഴ്സ് ഓഫ് ദ. അപ്പം അതുകൊണ്ട് അവർ എന്താണ് എക്സ്പോർട്ടേഴ്സ് ആയിട്ട് മാറുന്ന ഒരവസ്ഥ നിലനിൽക്കും. ദെൻ അക്കോർഡിംഗ് ടു വേർണൻ, വെൻ ദ പ്രൊഡക്റ്റ് ബിക്കംസ് സ്റ്റാൻഡർഡൈസ്ഡ്, producers in less developed countries undersell their competitors in the advanced countries by combining cheap labor with advanced technology borrowed from innovating firms, and thus enjoy a comparative advantage by exporting the product to the later countries. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് സൈക്കിൾ ഹൈപ്പോത്തീസിസിൽ പറയുന്ന പ്രൊഡക്റ്റ് സൈക്കിൾ തിയറിയിൽ പറയുന്നത് വെൻ ദ പ്രൊഡക്റ്റ് ബിക്കം സ്റ്റാൻഡർഡൈസ്, പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് കഴിഞ്ഞു, ദെൻ അതിന് ശേഷം എന്താ producers in less developed countries undersell their competitors in the advanced countries by combining cheap labor with advanced technology borrowed from innovating firms, and thus enjoy a comparative advantage by exporting the product to the later countries. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസൊക്കെ ആ ഒരു പ്രൊഡക്റ്റിൽ കൂടുതലായിട്ട് എന്താണ് അവരത് അഡോപ്റ്റ് ചെയ്യുകയും അത് പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും തയ്യാറാവും എന്നാണ് ഈ ഒരു വേണൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റേജിൽ സ്റ്റാൻഡർഡൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സാന്നിധ്യം എല്ലാ രാഷ്ട്രങ്ങളിലും കാണാൻ കഴിയുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Then as the technological and imitation gaps narrow, so does the product gap, and the comparative advantage of producing the product also changes from the country to others. This is known as the catching up പ്രൊഡക്റ്റ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ടെക്നോളജിക്കൽ അതുപോലെ തന്നെ ഇമിറ്റേഷൻ ഗ്യാപ്സുകളൊക്കെ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ എന്താ പ്രൊഡക്റ്റ് ഗ്യാപ്പുകളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജും എന്താണ് അതിലും വ്യത്യാസം സംഭവിക്കും. കമ്പാരറ്റീവ് അഡ്വാൻറ്റേജും അതിനനുസരിച്ചിട്ട് കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ദിസ് ഈസ് നോൺ ആസ് ദ കാച്ചിങ് അപ്പ് പ്രൊഡക്റ്റ് സൈക്കിൾ. So the diagrammatical representation of this product cycle theorem is that in the diagram, time is measured along the horizontal axis. Time ആണ് ഹൊറിസോണ്ടൽ ആക്സിസിൽ മെഷർ ചെയ്യുന്നത്. അതേപോലെ തന്നെ സെയിൽസ് വോളിയം ഓൺ ദ വെർട്ടിക്കൽ ആക്സിസ്, y ആക്സിൽ സെയിൽസ് വോളിയവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്.
There are three sets of curves. മൂന്ന് സെറ്റുകൾ, കർവുകളുടെ സെറ്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ ഒരു സെറ്റ് കർവ് ഇങ്ങനെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് സെറ്റ്, തേർഡ് സെറ്റ്. ദെൻ thick curves P relates the production of the new product and dotted curves C relates the consumption. ഇവിടെ തിക്ക് കർവായിട്ടുള്ള ഈ പി കർവ് കാണിക്കുന്നത് പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഡോട്ടഡ് ലൈൻസ് സി എന്ന് പറയുന്നത് കൺസംഷനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ദെൻ ദ uppermost set of curves relate to the innovating country. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു കർവുകൾ കാണിക്കുന്ന എന്താ? ദാറ്റ് കർവ് ഷോസ് ദ innovating countries curves. So the middle set to other advanced countries. ഈ നടുക്ക് കാണിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ്, ഈ ഒരു ഇന്നോവേറ്റീവ് ഫേമിൻ്റെ അതുപോലെ തന്നെയുള്ള മറ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രീസിൻ്റെ എക്സ്പോർട്ടും സെയിൽസ് വോളിയം ഒക്കെ കാണിക്കുന്നതിനുള്ള കർവാണ് പി സി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺസംഷൻ കാണിക്കുന്ന ലൈവാണ് ഈ മിഡിൽ സെക്ഷനിൽ കാണിക്കുന്നത്. ദെൻ ദ ലോവസ്റ്റ് സെറ്റ് ഓഫ് ദ ലെസ് ഡെവലപ്ഡ് കൺട്രീസ്. ലോവസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ലെസ് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ പ്രൊഡക്ഷനും കൺസംഷനുമാണ് കാണിക്കുന്നത്. ദെൻ കൺസിഡർ ദ അപ്പർമോസ്റ്റ് സെറ്റ് ഓഫ് കർവ്സ് റിലേറ്റിംഗ് ദ ഇന്നോവേറ്റിംഗ് കൺട്രി. ഇന്നോവേറ്റിംഗ് കൺട്രിയുടെ ഈ ഒരു കർവ്സ്, പ്രൊഡക്ഷൻ കർവ് അതുപോലെ തന്നെ കൺസംഷൻ കർവും എടുക്കുക. ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി, ന്യൂ പ്രൊഡക്റ്റ് സ്റ്റേജ് ആണ് അല്ലേ. ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് when the new product is introduced, it is consumed in the domestic market as shown by one curve from the origin or will they split into two. അപ്പോൾ ഇവിടെ ഈ ന്യൂ പ്രൊഡക്റ്റ് സ്റ്റേജിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദെൻ ഡൊമസ്റ്റിക് മാർക്കറ്റിനകത്ത് ആ ഒരു കമ്മോഡിറ്റി വിൽപ്പന ചെയ്യപ്പെടുന്നു. അവിടെ എക്സ്പോർട്സ് നിലനിൽക്കാത്തൊരവസ്ഥയുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നുണ്ട്, കൺസംഷനും അതിനനുസരിച്ചിട്ട് എന്താണ് വർധനവ് ഉണ്ടാവാനായിട്ട് സാധിക്കും. കൺസംഷനേക്കാൾ കൂടുതലാണ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന വർധനവ് ഒരു സെർട്ടൈൻ ലിമിറ്റിന് ശേഷം. ദെൻ ഫ്രം ദാറ്റ് ടൈം ഓൺവേർഡ്സ് ദർ ഈസ് മാസ് production which outstrips consumption, thereby leading to exports of the new product into the maturity product stage. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ന്യൂ പ്രൊഡക്റ്റ് സ്റ്റേജിൽ കൺസംഷൻ കുറവാണ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നു. അപ്പോൾ എക്സസ് ആയിട്ട് അവിടെ കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു കമ്മോഡിറ്റി എന്ത് ചെയ്യും? മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ അവിടെ മെച്യൂറിങ് പ്രൊഡക്റ്റ് സ്റ്റേജിൽ നമുക്ക് കാണാൻ സാധിക്കും എക്സ്പോർട്സിൻ്റെ സാന്നിധ്യം അല്ലെ. അവിടെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ കുറച്ച് കൺസംഷൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം, ഡൊമസ്റ്റിക് കൺസംഷനിൽ ബാക്കി വരുന്ന ഭാഗം എന്താണ്? ആ ഒരു ഇന്നോവേറ്റീവ് കൺട്രി മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് തയ്യാറാവും. In the last stage, the product is standardized when other advanced countries also start producing the new product. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കമ്മോഡിറ്റി സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാവരിലേക്കും ആ ഒരു കമ്മോഡിറ്റി എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? The product is standardized when other advanced countries also start producing the product. അപ്പോൾ പുതിയ അല്ലെങ്കിൽ ഇതേപോലുള്ള ഇന്നോവേറ്റീവ് കൺട്രിയുടെ അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റു കൺട്രീസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരത് ആ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കൺട്രിയുടെ പ്രൊഡക്ഷൻ കുറയും. ദെൻ അവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഇന്നോവേറ്റീവ് കൺട്രി മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് അത് ഇമ്പോർട്ട് ചെയ്യുന്നതിന് തയ്യാറാവുകയും ചെയ്യും. ഓക്കെ, then consequently production declines in the innovative country and it even starts importing the product. Then the middle set curves, ഇനി ഈ ഒരു മിഡിൽ സെറ്റ് കർവുകൾ നമ്മൾ എടുക്കാം. shows that the other advanced countries having started the production of the new product continuing increase the production of to the maturing product stage and then becomes net exporters of the product in the standardized product stage. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അഡ്വാൻസ്ഡ് കൺട്രീസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു ടെക്നോളജിയിൽ ന്യൂ പ്രൊഡക്റ്റ് സ്റ്റേജിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് ദേ ഇമ്പോർട്ട്സ്, ഈ ഒരു മെച്യൂറിങ് പ്രൊഡക്റ്റ് സ്റ്റേജിലൊക്കെ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന്, ഇന്നോവേറ്റീവ് കൺട്രിയിൽ നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസ് ചെയ്തതിന് ശേഷം അവർ ആ ഒരു പ്രൊഡക്റ്റിൽ ഉൽപ്പാദനം തുടങ്ങുകയും ആ ഒരു കമ്മോഡിറ്റി മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. Then the lowest set of curves relating to less developed countries. ഈ ലോവസ്റ്റ് സെറ്റ് എന്ന് കാണിക്കുന്നത് ലെസ് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഷോസ് ദാറ്റ് സച്ച് കൺട്രീസ് കണ്ടിന്യൂ ടു ഇമ്പോർട്ട് ദ പ്രൊഡക്റ്റ് ഫോർ ദ 3 പ്രൊഡക്റ്റ് സ്റ്റേജസ് അല്ലേ. അതായത് ഇപ്പോൾ ന്യൂ പ്രൊഡക്റ്റ് സ്റ്റേജ് ആയാലും മെച്യൂറിങ് പ്രൊഡക്റ്റ് സ്റ്റേജ് ആയാലും അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് സ്റ്റേജ് ആയാലും
അവിടെ ന്യൂ പ്രൊഡക്റ്റ് സ്റ്റേജിൽ അവർ ഇമ്പോർട്ട് ചെയ്യുകയാണ്, മെച്യൂറിങ് പ്രൊഡക്റ്റ് സ്റ്റേജിൽ അവർ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ദെൻ സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്ട്സിലാകുന്ന സമയത്ത് എന്താണ്, കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചധികം കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സാധാരണയായിട്ട് ഈ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ആ ഒരു ടെക്നോളജിയൊക്കെ എന്താണ് ഇൻവെൻറ്റ് ചെയ്യുന്നതിനുള്ള കാലതാമസം നമ്മൾ കാണാറുണ്ട് അല്ലേ. ആ കാലതാമസത്തിനനുസരിച്ചിട്ട് എന്താണ് ഈ ഒരു കമ്മോഡിറ്റിയുടെ എക്സ്പോർട്ടിൽ ലാഗൊക്കെ സംഭവിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഓക്കെ, then however in the maturing product stage that they starts production and becomes the net exporters very late in the last stage, the product actually becomes old in advanced countries. Okay, അപ്പോൾ ഇതന്നെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ 3 കർവുകളും ഇത് ഇന്നോവേറ്റീവ് ഫേമിൻ്റെ കർവ്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രീസ്, ദെൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. ഓക്കെ, then what are the criticisms of Werner's product cycle theorem? First one is information about foreign markets. It is not correct to assume that innovative firms have no information about conditions in foreign markets. അപ്പോൾ ഇവിടെ ഒരു വെർണേഴ്സ് പ്രൊഡക്റ്റ് സൈക്കിൾ ഹൈപ്പോത്തിസിൽ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ, information about foreign markets. It is not correct to assume that the innovation firms have no information about കണ്ടീഷൻസ് ഓഫ് ഫോറിൻ മാർക്കറ്റ്. ഇവിടെ പറയുന്നത് ഫോറിൻ മാർക്കറ്റിനെ കുറിച്ച് യാതൊരുവിധ അറിവും ഇല്ലാതെയാണ് ഈ ഒരു കൺട്രി പുതിയ പ്രൊഡക്റ്റ് ഇന്നോവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ. അത് അസംഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു റിയൽ വേൾഡിൽ നമുക്കറിയാൻ സാധിക്കും ഓരോ രാഷ്ട്രത്തിൻ്റെയും പ്രൊഡക്ഷൻ സിറ്റുവേഷൻസ്, ഇൻഡസ്ട്രീസ് എന്താണ് എന്നുള്ളതൊക്കെ ഇന്നത്തെ എല്ലാ രാഷ്ട്രങ്ങളിലും എന്താണ് അറിയാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അസംഷൻ ശരിയായിട്ട് അല്ല ഉള്ളത് എന്ന് നമുക്ക് പറയാൻ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്രിറ്റിസിസം ഓഫ് വെർണേഴ്സ് പ്രൊഡക്റ്റ് സൈക്കിൾ തിയറം. Then next is home environment not different. That is the assumption that innovation firms in advanced countries are exposed to different home environment from other advanced countries is also not wholly acceptable. അല്ലേ, അതായത് ഇന്നോവേറ്റീവ് ഫേമിൻ്റെ അതുപോലെ തന്നെ മറ്റ് അഡ്വാൻസ്ഡ് കൺട്രീസിൻ്റെയും ഈ ഒരു ഹോം എൻവയൺമെൻറ്റ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ അഡ്വാൻസ്ഡ് കൺട്രീസ് ഇറ്റ് ഈസ് നോട്ട്. അതായത് നമുക്കറിയാൻ സാധിക്കും ഇപ്പോൾ ചിലപ്പോൾ അഡ്വാൻസ്ഡ് കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്യാപിറ്റൽ റിച്ച് ആയിരിക്കും, ഇത് എല്ലാ രാഷ്ട്രങ്ങളിലും അതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ഉത്തരത്തിൽ നോക്കുന്ന സമയത്ത് എന്താണ് അഡ്വാൻസ്ഡ് കൺട്രീസിൻ്റെയും ഇന്നോവേറ്റീവ് കൺട്രീസിൻ്റെയും ഈ ഹോം എൻവയൺമെൻറ്റ് വ്യത്യസ്തമായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് അനദർ criticism. The next criticism, not essential to be capital rich country. Then the assumption that new products are initially developed in capital rich countries. അപ്പോൾ ഈ ഒരു വെർണേഴ്സ് പ്രൊഡക്റ്റ് സൈക്കിൾ ഹൈപ്പോത്തിസിസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുതിയ കമ്മോഡിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്നോവേറ്റ് ചെയ്യുന്നത് ഏത് കൺട്രിയാണ്, അതായത് ക്യാപിറ്റൽ റിച്ച് കൺട്രീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ റിച്ച് കൺട്രീസിന് മാത്രം അല്ല എന്താണ് പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റുള്ള രാഷ്ട്രങ്ങൾക്കും ഇപ്പോൾ ലേബർ റിച്ച് ആയിട്ടുള്ള രാഷ്ട്രങ്ങൾക്കും എന്താണ് പുതിയ കമ്മോഡിറ്റീസ് അവിടെ ഇന്നോവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ the assumption that the new products are initially developed in capital rich countries does not hold true in the present world. Many European and Japanese firms are innovating these days by placing greater emphasis on material saving and capital saving objectives rather than labor saving. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ മറ്റുള്ള രാഷ്ട്രങ്ങളും ഇപ്പോൾ അണ്ടർ ഡെവലപ്ഡ് ആയ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിലൊക്കെ എന്താണ് പുതിയ ഇന്നോവേഷൻസ് ഒക്കെ നടക്കുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. സോ ദാറ്റ് ഈസ് ദ അനദർ ക്രിറ്റിസിസം. Then next criticism of this theory is that developing countries not late starters. The theory states that developing countries are late starters in the process of absorbing innovations advanced countries. This is not the case of every developing country. There are countries like India, Mexico, Brazil and Korea that are adapting an innovated product of the parent multinational companies and are initiating their own product cycle and exporting to the other developed countries and even to the developed countries. അപ്പോൾ ഇവിടെ ഈ ഒരു തിയറി പ്രകാരം എന്താണ് ഡെവലപ്പിംഗ് കൺട്രീസ് ലേറ്റ് സ്റ്റാർട്ടേഴ്സ് ആണെന്ന് പറയുന്നത്. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ അധികം വൈകിക്കൊണ്ടാണ് ഡെവലപ്ഡ് കൺട്രീസ് തയ്യാറാവുള്ളൂ എന്നാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യ, മെക്സിക്കോ പോലുള്ള കൺട്രീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ
ഒരു കൊറോണ വൈറസിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റഷ്യയിൽ അത് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ. പക്ഷെ നമ്മൾ എന്താണ്, ഇന്ത്യയിലും അതിൻ്റെ ആ ഒരു വാക്സിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ അവിടെയും ഈ ഒരു വാക്സിൻ പരീക്ഷണം തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ, ഡെവലപ്പിംഗ് കൺട്രീസിലും ആ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ചിലപ്പോൾ ഇന്നോവേറ്റീവ് ടൈമിൽ തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എന്താണ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. സോ ദാറ്റ് ഈസ് ദ അനദർ ക്രിറ്റിസിസം ഓഫ് ദിസ് വെർണേഴ്സ് പ്രൊഡക്റ്റ് സൈക്കിൾ തിയറം. So that is all about the Werner's product cycle theorem. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും 2-3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റേജസ് ഓഫ് ദിസ് പ്രൊഡക്റ്റ് സൈക്കിൾ തിയറം ആൻഡ് ദ ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് തിയറി ആൻഡ് ദ ക്രിറ്റിസിസംസ് ഓഫ് ദിസ് തിയറി. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വെർണേഴ്സ് പ്രൊഡക്റ്റ് സൈക്കിൾ തിയറിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു തിയറിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.